നമസ്കാരം. വാട്ടർ അതോറിറ്റി LD ടൈപ്പ് ഓഗസ്റ്റിൽ നടക്കുന്ന PXC എക്സാമിൻ്റെ മൊഡ്യൂൾ 3 പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനകത്ത് വരുന്ന 2 മാർക്കിൻ്റെ ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം, അതായത് മാതൃക. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ മാതൃകയാണ് ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഊപ്പ്? ഊപ്പിൻ്റെ ഫാദർ ആരാണെന്ന് വെച്ചാൽ അലൻ കെ ആണ്. 1970 ഇത് ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഇത് ഇൻവെൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞത് 1970. അപ്പോൾ നിങ്ങൾ 1970 അലൻ കെ ആണ് നമ്മൾ ഊപ്പിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെയാണ് നമ്മൾ ഊപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഊപ്പ് എന്ന് പറഞ്ഞാൽ അതായത് OOP എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഇറ്റ്സ് എ കോമൺ പ്രോഗ്രാമിംഗ് പാരഡൈം ദാറ്റ് യൂസ് ടു ഡിസൈൻ സോഫ്റ്റ്വെയർ. എന്തിനാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്? നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, അതായത് ഊപ്പ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ലാംഗ്വേജുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിട്ട്. അപ്പോൾ എന്തിനാണ് ഈ ഊപ്പ് എന്ന് വെച്ചിട്ടാണ്? എന്തിനാണ്? നമുക്കൊരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന ഒരു മാതൃകയാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അലൻ കെ ആണ് ഇത് കണ്ടുപിടിച്ചത്. ഇനി നെക്സ്റ്റ് നോക്കിക്കുക. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഈസ് എ പ്രോഗ്രാമിംഗ് പാരഡൈം ബേസ്ഡ് അപ്പോൺ ഒബ്ജക്ട്സ്. അതിൽ തന്നെ ഉണ്ട്, നോക്കിക്കുക, അതിൽ തന്നെ ഉണ്ട്. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒബ്ജക്ട്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ മാതൃക പോയിരിക്കുന്നത്. എന്ത് വെച്ചിട്ടാണ്? ഒബ്ജക്ട്സ് വെച്ചിട്ടാണ്. അപ്പോൾ അത് നോക്കി, നമ്മുടെ ഈ ഊപ്പിനകത്ത് തന്നെ ഉണ്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ്? ഒബ്ജക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ട്. നെക്സ്റ്റ് നോക്കുക. ദ ഫസ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് വാസ് സിമുല. ആദ്യത്തെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സിമുല എന്നാണ് കേട്ടോ. സിമുല എന്താണ്? സിമുല ഫസ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സിമുലയാണ്. അത് ഡെവലപ്പ് ചെയ്തത് 1960 ഓളി ജോൺ ഡാൽ ആൻഡ് ക്രിസ്റ്റൻ നൈഗാർഡ്. ഇവർ രണ്ടുപേരുടെ ചേർന്നിട്ടാണ് 1960 സിമുല എന്ന് പറയുന്ന ഈ ഒരു ലാംഗ്വേജ്, ആദ്യത്തെ ഫസ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആയിട്ടുള്ള സിമുല എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്? ഊപ്പിൻ്റെ ഫാദർ ആരാണ്? അലൻ കെ ആണ്. 1970 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഊപ്പ്, അതിനെ ഷോർട്ടാക്കി പറഞ്ഞാണ് ഊപ്പ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്? നമുക്ക് സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മാതൃക എന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നോക്കൂ. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിലാണ് വരുന്നത്? ഒബ്ജക്റ്റിൻ്റെ ബേസിലാണ് വരുന്നത്. ആദ്യത്തെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? സിമുല. ഡെവലപ്പ് ചെയ്തത് 1960 ഓലെ ജോൺ ഡാൽ ആൻഡ് ക്രിസ്റ്റൻ നൈഗാർഡ്. ഓക്കെ, നോക്കിയേ, ഊപ്പ്. ഇപ്പം നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അതാണ് ഊപ്പിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി ഊപ്പ് എൽ ഉണ്ട്, OOPL എന്ന് വെച്ചാൽ എന്തായിരിക്കും? അപ്പം L എന്ന് പറയുമ്പം ലാംഗ്വേജ്, സെയിം. മറ്റേ ഊപ്പിനകത്തോട്ട് നേരിട്ട് എന്ത് ചെയ്യുക? ലാംഗ്വേജിനെ അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഊപ്പ് L എന്ന് വന്നാൽ അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. OMT, ഒബ്ജക്റ്റ് മോഡലിംഗ് ടെക്നിക്ക്. അപ്പം ഇതെല്ലാം നോക്കൂ, എല്ലാം ഒബ്ജക്റ്റ് ആണ് കേട്ടോ. ഒബ്ജക്റ്റ് മോഡലിംഗ് ടെക്നിക്സ്. അടുത്ത എന്താണ്? OOSE. അപ്പോൾ OO ആണെങ്കിൽ എന്താണ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് SE എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. SE എന്താണ്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് OOSE എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. OOA, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അനാലിസിസ്. ഇതിൽ എന്നുള്ള പാട്ട് എളുപ്പമാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. ബാക്കിയാണ് നമ്മൾ ട്രിക്കി ആയിട്ട് പഠിച്ചു വെക്കുക. L for ലാംഗ്വേജ്, MT എന്ന് പറയുന്നത് മോഡലിംഗ് ടെക്നിക്ക്, SE എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, A എന്ന് പറയുമ്പോൾ അനാലിസിസ്. അടുത്താണ് നോക്കി. OOD. എന്തായിരിക്കും? D for ഡിസൈൻ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ. അപ്പോൾ നോക്കൂ, ഊപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പറഞ്ഞു. നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം തന്നെ നിങ്ങളങ്ങ് പഠിച്ചു വെക്കോളും. ഊപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, L എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, OMT എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് മോഡലിംഗ് ടെക്നിക്ക്, MT മോഡലിംഗ് ടെക്നിക്ക്, OOSE ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, SE എന്താണ്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, A എന്ന് പറയുന്നത് അനാലിസിസ്. അപ്പോൾ എന്താ? OOA എന്ന് പറയുന്നത് എന്താണ്? പറ.
ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അനാലിസിസ്. OOD എന്താ? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. എന്തൊക്കെ കോൺസെപ്റ്റാണ് ഉള്ളത്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ കോൺസെപ്റ്റ് തന്നെ എന്താണ്? ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു കോൺസെപ്റ്റ് വന്നിരിക്കുന്നത് തന്നെ കേട്ടോ. ഒബ്ജക്റ്റ് കണ്ടെയ്നിങ് ബോത്ത് ഒബ്ജക്ട്സ് ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒബ്ജക്റ്റ് കാണും, അയാൾ ചെയ്യുന്ന ജോലികൾ കാണും. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന ജോലികളും കാണും. ഒബ്ജക്റ്റും കാണും, അവർ ചെയ്യുന്ന ജോലികളും കാണും. അപ്പം ഒബ്ജക്റ്റ് കണ്ടെയ്നിങ്, ഒബ്ജക്റ്റിനകത്ത് ആരൊക്കെയുണ്ട്? ഒബ്ജക്റ്റും ഉണ്ട്, ഫംഗ്ഷൻസും ഉണ്ട്. ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ഓർ ഒബ്ജക്ട്സ് ആർ ഡിഫൈൻഡ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിനകത്ത് നമ്മളൊരു ഡേറ്റ സ്ട്രക്ചറുകളോ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളോ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ഡേറ്റ സ്ട്രക്ചറുകളും ഒബ്ജക്റ്റുകളും ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. നെക്സ്റ്റ് നോക്കൂ, ഈച്ച് വിത്ത് ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടീസ് ഓർ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനും എന്തുണ്ട്? അവരുടെ സ്വന്തമായ പ്രോപ്പർട്ടികളോ അല്ലെങ്കിൽ അവരുടെ സ്വന്തമായിട്ടുള്ള ആട്രിബ്യൂട്ടുകളോ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് വരുന്നത്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്ത് കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്? പറഞ്ഞേ, ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ് എന്താണ്? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരൊക്കെയുണ്ട്? ഒബ്ജക്റ്റും ഉണ്ട്, ഫംഗ്ഷനുകളും ഉണ്ട്. നെക്സ്റ്റ് നോക്കൂ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ഓർ ഒബ്ജക്ട്സ് ആർ ഡിഫൈൻഡ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിനകത്ത് നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? ഡേറ്റ സ്ട്രക്ചേഴ്സോ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളോ ഉറപ്പായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. ഈച്ച് വിത്ത് ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടീസ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനും അവരുടെ സ്വന്തമായ പ്രോപ്പർട്ടികളോ അല്ലെങ്കിൽ ആട്രിബ്യൂട്ടുകളോ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തൊരു പോയിന്റ് കൂടെ ഉണ്ട്. ഈച്ച് ഒബ്ജക്റ്റ് ക്യാൻ ഓൾസോ കണ്ടെയ്ൻ ഇറ്റ്സ് ഓൺ പ്രൊസീജിയർ ഓർ മെത്തേഡ്സ്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനും അവരുടെ സ്വന്തമായ പ്രൊസീജിയറുകളും അവരുടെ സ്വന്തമായ മെത്തേഡുകളുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യമുണ്ട് അവർക്ക് സ്വന്തമായിട്ട്? പ്രോപ്പർട്ടീസ് ഉണ്ട്, ആട്രിബ്യൂട്ട്സ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്, മെത്തേഡുകളും ഉണ്ട്. ഓക്കെ, 2 Pയും പിന്നെന്താണ്? 2 Pയും നോക്കുക, 2 Pയും ഉണ്ട്, പിന്നെന്താണ്? ഒരു AMഉം ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ? പ്രോപ്പർട്ടിയും ഉണ്ട്, ആട്രിബ്യൂട്ട്സ് ഉണ്ട്, എന്തെങ്കിലും ഓരാണ് കേട്ടോ. പിന്നെന്താണ്? പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ്. ഈ വാക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പം ഓരോ ഒബ്ജക്റ്റുകൾക്കും അവരുടെ സ്വന്തമായ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സുകളുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ മെത്തേഡുകളോ ഉണ്ട്. ഊപ്സിൻ്റെ കോൺസെപ്റ്റ്. ഊപ്സിന് എത്ര കോൺസെപ്റ്റ് ഉണ്ടെന്നാ? ഊപ്സിൻ്റെ കോൺസെപ്റ്റിൽ ഒന്നാമത്തെ കോൺസെപ്റ്റാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഊപ്പ് എന്ന് പറയുന്ന ലാംഗ്വേജ് എന്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഒബ്ജക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒബ്ജക്റ്റാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ക്ലാസ്സുകൾ എന്ന് പറയും. ഒബ്ജക്റ്റ് എന്താണ്, ക്ലാസ് എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ആൾ ഒബ്ജക്റ്റ്, രണ്ടാമത്തെ ആൾ ക്ലാസ്, മൂന്നാമത്തെ ആളാണ് എൻക്യാപ്സുലേഷൻ. മൂന്നാമത്തെ ഒരു കോൺസെപ്റ്റാണ് എൻക്യാപ്സുലേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ അബ്സ്ട്രാക്ഷൻ കേട്ടോ, നാലാമത്തെ ഒരു കോൺസെപ്റ്റാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. അപ്പോൾ എത്ര പേരായി? 5 പേരായി. ആരൊക്കെയായി? ഒബ്ജക്റ്റായി, ക്ലാസ്സായി, എൻക്യാപ്സുലേഷനായി, ഡേറ്റ അബ്സ്ട്രാക്ഷനായി, ഇൻഹെറിറ്റൻസായി. ഇപ്പം 5 പേരായിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റീയൂസബിലിറ്റി. അപ്പോൾ വേൾഡിനോട് മീനിങ് ഒക്കെ കേട്ടോ. റീയൂസബിലിറ്റി, നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെന്താ? പോളിമോർഫിസം, അതായത് ഒരുപാട് ഫേസസ് ഉണ്ട്. പോളി എന്ന് പറഞ്ഞാൽ മെനി. ഓക്കെ, അപ്പോൾ പോളിമോർഫിസം. നെക്സ്റ്റ് എന്താണ്? ഡിലിഗേഷനാണ് നമ്മൾ ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. ഡൈനാമിക് ബൈൻഡെന്നോ അല്ലെങ്കിൽ ഡിലിഗേഷനോ പറയാൻ തിരിച്ച് മറിച്ച് നമുക്ക് വാക്കുകൾ യൂസ് ചെയ്യാം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മെസ്സേജ് പാസിങ്. അപ്പോൾ മെസ്സേജ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മെസ്സേജ് അങ്ങോട്ട് ഇങ്ങോട്ട് പാസ് ചെയ്തില്ലേ. അപ്പോൾ രണ്ടും ഇത് ഓർനെയും ഉണ്ട്. മെസ്സേജ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ മെസ്സേജ് പാസിങ്ങെന്നോ വരാം. അപ്പോൾ ഇങ്ങനെ ഈ 9 കോൺസെപ്റ്റുകളാണ് ഊപ്പിനുള്ളത്. ഊപ്സിന് എത്ര കോൺസെപ്റ്റ് ഉണ്ട്? 9 കോൺസെപ്റ്റാണുള്ളത്. ആരൊക്കെയാണ്? പറ, എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പറഞ്ഞു കേട്ടോ. എന്തൊക്കെയാണ്? ഒബ്ജക്ട്സ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, എൻക്യാപ്സുലേഷൻ ഉണ്ട്, ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഉണ്ട്, ഇൻഹെറിറ്റൻസ് ഉണ്ട്, റീയൂസബിലിറ്റി ഉണ്ട്, പോളിമോർഫിസം, ഡിലിഗേഷൻ ഓർ ഡൈനാമിക് ബൈൻഡിങ്, മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ ഓർ മെസ്സേജ് ടാസിങ്. ഇങ്ങനെ 9 കോൺസെപ്റ്റുകളാണ് ഊപ്പിനകത്ത് ഉള്ളത്. ചിലപ്പം നമുക്ക് 1 വേർഡിനകത്തും കാണും. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഈ ഇതിൻ്റെ കോൺസെപ്റ്റ് പെടുന്നതെന്ന് പെടാത്തതെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പം നമ്മളൊന്ന് ഇപ്പം തന്നെ അങ്ങ് പഠിച്ച് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ബെനിഫിറ്റ്സ്. ഊപ്പിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഊപ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നോക്കൂ, ഫ്ലെക്സിബിലിറ്റി. അതായത് ഊപ്പ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാംസിനൊക്കെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് കോഡുകൾ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പോളിമോർഫിസംസ്, അതായത് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും.
അതുപോലെ ഈസി ട്രബിൾ ഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എറർ കറക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ട്രബിൾ ഷൂട്ട് എന്ന് പറയുന്നത്. എററിനെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതാണ് ട്രബിൾ ഷൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, ഈസിയറാണ്. നമുക്ക് എറർ കറക്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരമാണെങ്കിൽ അതിനകത്ത് എറേഴ്സ് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാനും കൊണ്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അലോ റീയൂസ് ഓഫ് കോഡുകൾ, അതായത് ഒരു കോഡുകളെ നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. UPS കോൺസെപ്റ്റിലെ ഒരു ബെനിഫിറ്റാണ് കോഡുകളെ നമ്മൾ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യുക എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫാസ്റ്റ് ആൻഡ് ഈസി ടു എക്സിക്യൂട്ട്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാനും വളരെ എളുപ്പവുമാണ്, അതുപോലെ തന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഫാസ്റ്റായിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്താണ്, പ്രൊവൈഡ് എ ക്ലിയർ സ്ട്രക്ചർ ഫോർ ദ പ്രോഗ്രാംസ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ UPS കോൺസെപ്റ്റ് എന്ന് പറയുന്ന രീതിയിലൂടെ നമുക്ക് ആ ഒരു സ്ട്രക്ചർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, UP ഹെൽപ്സ് ടു കീപ് ദ C++ കോഡ് ഡ്രൈ. അത് ശ്രദ്ധിച്ചോണേ, ഡ്രൈ എന്താണ്, ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ്, DRI, ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ് ആൻഡ് മേക്സ് ദ കോഡ് ഈസിയർ മെയിൻറ്റെയിൻ, മോഡിഫൈ ആൻഡ് ഡീബഗ്. ഇവരെന്ത് ചെയ്യുന്നത്, UP ഹെൽപ്പ് ടു C++ കോഡ് ഡ്രൈ, അതായത് UP എന്ത് ചെയ്യുന്നു, നമ്മുടെ C++ ലാംഗ്വേജിനെ കോഡുകളെ ഡ്രൈ എന്ന് പറഞ്ഞാൽ എന്താ, ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ്. വീണ്ടും നമ്മൾ കോഡുകൾ എഴുതാൻ പോകണ്ട, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ഥലത്ത് തന്നെ വീണ്ടും ആ കോഡിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ ഇവർ ഈ UP എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മുടെ ലാംഗ്വേജിനെ നമുക്ക് സഹായിക്കും. പ്രോഗ്രാം അല്ലെങ്കിൽ ഇതൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് സഹായിക്കും. ആൻഡ് മേക്സ് ദ കോഡ് ഈസിയർ ടു മെയിൻറ്റെയിൻ. നമ്മുടെ കോഡുകളെ വളരെ എളുപ്പത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനും മോഡിഫൈ എന്ന് വെച്ചാൽ എന്താ, എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനും അതുപോലെ ഡീബഗ് ചെയ്യാൻ, എറേഴ്സൊക്കെ കറക്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കും. നെക്സ്റ്റ്, ഡേറ്റ റിഡൻഡൻസി. അപ്പോൾ ഡേറ്റ എന്ത് ചെയ്യുന്നു, ഡേറ്റ റിഡൻഡൻസി എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് UPൻ്റെ ഒരു ബെനിഫിറ്റ്സ് ആണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി, പിന്നെ ബെറ്റർ പ്രൊഡക്ടിവിറ്റി, നല്ലൊരു പ്രൊഡക്ടിവിറ്റിയാണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. UP എന്ന് പറയുന്നവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയുണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഈസിയായിട്ട് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ റീയൂസ് ചെയ്യാൻ പറ്റും, കോഡുകളെ റീയൂസ് ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് ആൻഡ് ഈസി ടു എക്സിക്യൂട്ട് ചെയ്യാൻ വളരെ ഫാസ്റ്റും ഈസിയുമാണ്. പിന്നീട് എന്താണ്, പ്രൊവൈഡ് എ ക്ലിയർ സ്ട്രക്ചർ ഫോർ ദ പ്രോഗ്രാമേഴ്സിന് എന്ത് ചെയ്യുന്നു, നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ C++ കോഡുകളെ ഡ്രൈ ആക്കും എന്ന് വെച്ചാൽ എന്താ, ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ്. ഓക്കെ, പിന്നെന്താണ്, ഡേറ്റ റിഡൻഡൻസി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, ബെറ്റർ പ്രൊഡക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ബെനിഫിറ്റ്സ് ഓഫ് UPSനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്ര ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് ബാലൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു.